ഹായ്. അപ്പോൾ ഈ കഥ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ഈ അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കൊന്നും അല്ല താരം, പിസ്സ. അതാണ് പ്രശ്നം. വൈകുന്നേരമാണ് പിസ്സ കഴിക്കാൻ പോയത്. അതുകൊണ്ട് തന്നെ അധികം പിസ്സകളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അവരുടെ ടൈം കഴിഞ്ഞെന്ന് പറഞ്ഞ് ഇനി പൈസ ഉണ്ടാക്കത്തതില്ല അത്രേ. മിനി പിസ്സ ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് ഉള്ളത് മേടിച്ച് കഴിച്ചു. പിസ്സയെക്കാളും ഏറെ ആകർഷിച്ചത് ഈ ബോർമയാണ്. ചൂട് കൊണ്ട് ആ ബ്രെഡ് ഇങ്ങനെ പൊങ്ങി വരുന്ന കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. പക്ഷേ ഇത് നമുക്കുള്ളതല്ല കേട്ടോ, നമുക്ക് കിട്ടിയില്ല. അവരുടെ മാവ് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അത് ആ ലാസ്റ്റ് നമുക്ക് മുമ്പേ വന്നവർ ഓർഡർ ചെയ്ത് കഴിഞ്ഞു. എവിടെ ചെന്നാലും സമയത്തിന് ചെല്ലണമെന്ന് പറയുന്നത് ഇതുകൊണ്ടായിരിക്കും അല്ലേ. അപ്പം എന്തായാലും മനസ്സിൽ വേറൊരു കാര്യം തോന്നി. പിന്നെന്താ, ഒന്നും നോക്കിയില്ല. കിട്ടിയത് കഴിച്ചിട്ട് ഒരു മൊസറല്ല ചീസും എടുത്ത് വീട്ടിൽ പോയി കുറേ റെസിപ്പി അങ്ങ് നോക്കി. കുറച്ച് മൈദാമാവും ഈസ്റ്റും പാലും പഞ്ചസാരയൊക്കെ ഉണ്ടെങ്കിൽ പിസ്സയല്ല അവൻ്റെ അപ്പൂപ്പൻ നമുക്ക് വീട്ടിലുണ്ടാക്കാമെന്ന് മനസ്സിലായി. കണ്ട റെസിപ്പി കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. അതേപോലെ തന്നെ മാവ് കുഴച്ച് ആദ്യം ഒന്ന് ബലം പിടിച്ചെങ്കിലും പിന്നെ മാവ് അടിവറവ് പറഞ്ഞു. കുറച്ച് എണ്ണയൊക്കെ തേച്ച് മയത്തി പരത്തിയെടുത്ത് അവനെ ഒരു 2-3 മണിക്കൂർ അങ്ങ് വെച്ചു. ഈസ്റ്റ് ഇട്ടതല്ലേ, മാവ് എന്തായാലും പൊങ്ങാതിരിക്കത്തില്ല എന്ന് തോന്നി. എന്തായാലും മാവ് ചതിച്ചില്ല. എന്തായാലും എൻ്റെ കഷ്ടപ്പാട് കണ്ടിട്ടാണ് എന്തോ പ്രോ ഷെഫും കൂടെ വന്നു. ചിക്കനൊക്കെ കട്ട് ചെയ്ത് തന്നു. അത് കഴിഞ്ഞ് കുറച്ച് ക്യാപ്സിക്കം എടുത്ത് 3 കളർ ക്യാപ്സിക്കം ഉണ്ടായിരുന്നു. ജൂലിയൻ കട്ട് ചെയ്യണോ സ്ക്വയർ കട്ട് ചെയ്യണോ? അവസാനം പല രീതിയിലും കട്ട് ചെയ്ത് വെച്ചു. അറിഞ്ഞ് കട്ട് ചെയ്തു. സ്ക്വയറും ഉണ്ട്, എല്ലാ ടൈപ്പിലും കട്ട് ചെയ്തു. അങ്ങനെ കാര്യങ്ങളൊക്കെ കയ്യിൽ പോയി. അടുത്ത ആൾ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്തു. 4 ചെറിയ പിസയ്ക്കുള്ള മാവ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ റൗണ്ടായിട്ട് കിട്ടാൻ വേണ്ടി ഇങ്ങനെ പാത്രം വെച്ച് ചെയ്ത് നോക്കി. തടി വെച്ച് ചപ്പാത്തി തടി വെച്ച് ഇതാക്കി നോക്കി. അവസാനം കൈ കൊണ്ട് തന്നെ ചെയ്തപ്പോൾ കറക്റ്റായി. ഇതിനിടയ്ക്ക് തന്നെ കുറച്ച് മസാലകളിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഈ മാവ് നല്ല റൗണ്ടിൽ പരത്തി അതിനകത്ത് ഫോർക്ക് കൊണ്ട് നല്ല എല്ലാ സൈഡും നല്ല കുത്തി വെച്ചിട്ട് നമ്മൾ മയണൈസും കുറച്ച് ടൊമാറ്റോ സോസും എല്ലാം കൊണ്ട് ചേർത്തൊരു ടോപ്പിംഗാണ് വെച്ചിട്ടുള്ളത്. അത് മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് ക്യാപ്സിക്കവും ചിക്കനും ചീസും വെച്ച് ഡെക്കറേറ്റ് ചെയ്തു. നമ്മൾ പിസ്സ റെഡി. ഓവനിൽ വെച്ചാൽ മതി. നമ്മൾ എയർ ഫ്രയറിലാണ് കേട്ടോ വെച്ചത്. അപ്പോൾ എയർ ഫ്രയറിൽ 180 5 മിനിറ്റ്സ് കൊണ്ട് പിസ്സ റെഡിയാവും. പിന്നീട് ബാക്കിയുള്ള മാവും കൂടി നമ്മൾ അതേകണക്ക് തന്നെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ 4 പിസ്സയാണ് നമ്മൾ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഫൈനൽ ലുക്കൊക്കെ കൊള്ളാം കേട്ടോ. പിസ്സ ഇത്ര എളുപ്പമായെന്നൊന്നും തോന്നി. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇനിയിപ്പോൾ അത് വെന്ത് വരുമ്പോൾ പറയാം ബാക്കി എങ്ങനെയുണ്ട്. എനിക്ക് തോന്നുന്നു വാല് മുറിയില്ലാന്ന് തോന്നുന്നു. ചീസൊക്കെ ഉള്ളതല്ലേ, എന്തായാലും പിടിച്ച് നിൽക്കും. ടോപ്പിക് എല്ലാം സെറ്റ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ കോൺഫിഡൻ്റ് ആയി കഴിഞ്ഞു. കാരണം ഒരു പിസ്സയുടെ ലുക്കുണ്ട് എല്ലാത്തിനും. എന്തായാലും നമ്മൾ ചില അത്തപ്പൂ ഇടുന്ന കണക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നത്, ചെയ്യാനും നല്ല രസമുണ്ടായിരുന്നു അതിങ്ങനെ. അപ്പോൾ നമ്മൾ ആദ്യത്തെ പിസ്സ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാനൊക്കെ നല്ല കുഴപ്പമില്ല. കുറച്ച് ഇച്ചിരി കളറൊന്ന് ഇച്ചിരി ബ്രൗൺ ആയിപ്പോയി. അടുത്ത് നമുക്കത് ശരിയാക്കാം. ചീസൊക്കെ നല്ല രീതിയിൽ വലിഞ്ഞ് വരുന്നുണ്ട്. ടേസ്റ്റും അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിസ്സയ്ക്ക്. നമ്മൾ വീട്ടിലുണ്ടാക്കിയില്ലേ, അപ്പോൾ നമുക്കൊരു വല്ലാത്തൊരു ഇഷ്ടം തോന്നുന്നു. അടുത്ത പിസ്സയും വരുന്നത്. അടുത്ത പിസ്സ കുറച്ചുകൂടി നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാ പിസ്സയും ഉണ്ടാക്കി തീർന്നു. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവരും ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക.